ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു തായ് ഡ്രാമ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഡ്രാമയുടെ പേര് ഇന്നോസെന്റ് ലൈസ്. എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഹീറോയിനായ മീത്തയാണ് കാണിക്കുന്നത്. ഗ്രാജുവേഷന് ശേഷം തന്റെ ഫ്രണ്ട്സിന് ഒരു പാർട്ടി കൊടുക്കാണ് ഹോട്ടലില്. അവിടേക്ക് ഈ ഡ്രാമയുടെ ഹീറോ ആയ പ്രിൻ വരുന്നു. മീത്തയെ കാണുമ്പോൾ തന്നെ അവന് ഒരുപാട് ഇഷ്ടമാകുന്നുണ്ട്. സോ അവൻ അവളെ ഫോളോ ചെയ്യുന്നു. അവൾ എവിടെ പോകുകയാണെങ്കിലും അവളുടെ പിറകെ പോകുന്നുണ്ട്. നൈറ്റ് ആകുന്നു. പാർട്ടിയിലേക്ക് മീത്തയുടെ മറ്റൊരു ഫ്രണ്ടായ പാം വരുന്നുണ്ട്. ഈ പാമിന് സത്യത്തിൽ മീത്തയെ ഒട്ടും ഇഷ്ടമല്ല. അവൾ ഒരുപാട് ജലസാണ്. കാരണം മീത്ത ഓൾറെഡി ഒരു റിച്ച് ഫാമിലി ബിലോങ് ചെയ്യുന്നതാണ്. അവൾ തന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഡാൻസ് ഒക്കെ ചെയ്ത് പാർട്ടി എൻജോയ് ചെയ്യായിരുന്നു. പിന്നെ ഇതുപോലെ മീത്തയെ നോക്കിയിരിക്കുന്ന കാര്യം പാം ശ്രദ്ധിക്കുന്നുണ്ട്. അവൾ അവന്റെ അടുത്ത് വന്ന്, നീ നോക്കുന്ന പെണ്ണിന്റെ ക്യാരക്ടർ വെളിയിൽ കാണിക്കുന്ന പോലെ അത്ര പ്യുവർ ഒന്നും അല്ല എന്ന് അവൾ പറയുന്നു. ഇത് കേട്ട് പ്രിൻ ആകെ ഷോക്ക് ആകുന്നുണ്ട്. അതിനുശേഷം പാം മീത്തയെടുത്ത് വന്ന് അവളുടെ ഡ്രിങ്കിൽ എന്തോ മിക്സ് ചെയ്യുന്നു, ഒരു ഡ്രഗ്. ഇത് കുടിച്ച ശേഷം മീത്തയ്ക്ക് ഒരുപാട് അൺകംഫർട്ടബിൾ ഫീൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് ഡ്രഗ്ഡ് മീത്തയുമായിട്ട് പാം റൂമിലേക്ക് വരുന്നു. എന്നിട്ട് ഒരു നൈറ്റിന് വേണ്ടി പ്രിന്നിന് അവളെ സെല്ല് ചെയ്യുന്നുണ്ട്. അതിനുശേഷം പ്രിന്റെയും മീത്തയുടെയും ഹൈ ലെവൽ റൊമാൻസ് ആണ് കാണിക്കുന്നത്. പക്ഷേ റൊമാൻസ് ചെയ്യുമ്പോൾ പ്രിന്നൊരു കാര്യം മനസ്സിലാകുന്നു. മീത്ത വെർജിൻ ആണെന്നും നേരത്തെ അവളുടെ ഫ്രണ്ട് പറഞ്ഞ പോലെ ഒരു ഗേൾ അല്ലെന്നും. അതുകൊണ്ട് അവൻ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ മീത്തയാകട്ടെ ഡ്രഗ്ഡ് ആയിരുന്നു. അവൾ അവനെ കിസ് ചെയ്യുന്നുണ്ട്. ഹീറോ ഓൾറെഡി ഹീറോയിനിൽ ഒരുപാട് അട്രാക്റ്റഡ് ആയിരുന്നു. അവനും അവളെ കിസ് ചെയ്യുന്നു. രണ്ടുപേരും ഫിസിക്കലി ഇന്റിമേറ്റ് ആകുന്നുണ്ട്. നെക്സ്റ്റ് മോർണിംഗിൽ മീത്ത എണീക്കുമ്പോൾ തൻ്റെ ഈ അവസ്ഥ കണ്ട് അവൾ ഒരുപാട് ഷോക്ക് ആകുന്നുണ്ട്. അവളുടെ ഡ്രസ്സെല്ലാം കൊണ്ട് അവൾ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. കുറച്ച് കഴിയുമ്പോൾ പ്രിന്നു എണീക്കുന്നു. ബെഡിൽ ബ്ലഡ് സ്റ്റെയിൻസ് കാണുമ്പോൾ മീത്ത റിയൽ ആയിട്ടും ഒരു വെർജിൻ ആയിരുന്നു എന്ന് അവന് മനസ്സിലാകുന്നുണ്ട്. താനൊരു വലിയ തെറ്റ് ചെയ്തു. ഇനി ഒരിക്കലും തന്നെ കൊണ്ട് അത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്ന് അവൻ റിയലൈസ് ചെയ്യുന്നുണ്ട്. അവൻ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നു. അവൻ ആ ഹോട്ടൽ മുഴുവൻ മീത്ത അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ അവിടെ എങ്ങും അവളെ കാണുന്നില്ല. അവളുടെ ആ ഫ്രണ്ടായ പാമിനെ അവൻ കാണുമ്പോൾ അവളുടെ അടുത്ത് വന്ന്, നീ എന്തിനാ കള്ളം പറഞ്ഞ് നിന്റെ ഫ്രണ്ടിനെ എനിക്ക് സെല്ല് ചെയ്തേന്ന് ചോദിക്കുന്നു. പാമാകട്ടെ പ്രിന്നിനെ അറിയാത്ത പോലെ അഭിനയിക്കുന്നു. ഹേ മിസ്റ്റർ, നിങ്ങൾ ആരാണ്? എനിക്ക് നിങ്ങളെ അറിയില്ല എന്ന് അവൾ പറയുന്നുണ്ട്. വീട്ടിൽ വന്ന ശേഷവും തലേന്ന് രാത്രി സംഭവിച്ച കാര്യങ്ങൾ ആലോചിച്ച് മീത്ത ഒരുപാട് കരയുന്നുണ്ട്. കുറച്ചു കഴിയുമ്പോൾ മീത്തയെ കാണാനായി അവളുടെ ബെസ്റ്റ് ഫ്രണ്ടായ നാ വരുന്നു. മീത്തയെ കാണുമ്പോൾ തന്നെ എന്തോ പ്രശ്നമുണ്ടെന്ന് അവൾക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ മീത്ത കാര്യം പറയുന്നില്ല. തൻ്റെ ഫ്രണ്ടിനെ ഹഗ് ചെയ്ത് ഒരുപാട് കരയുന്നു. നെക്സ്റ്റ് സീനിൽ ഫർദർ സ്റ്റഡീസിന് വേണ്ടി മീത്ത അമേരിക്കയിലേക്ക് പോകുന്നു. അവളുടെ ആണ്ട് അവിടെയാണ് താമസിക്കുന്നത്. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നു. ഒരു ദിവസം കാണിക്കുന്നത് മീത്ത സൂയിസൈഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. കാരണം അവൾ പ്രഗ്നൻ്റ് ആയിട്ടുണ്ടായിരുന്നു. കറക്റ്റ് സമയത്ത് ആണ്ട് ഇത് കാണുന്നു. ഓടി വന്ന് അവളെ തടയുന്നുണ്ട്. ഈ സീനിൽ പ്രിൻ അവൻ്റെ ഫാദറിൻ്റെ ഓഫീസിൽ ഒരു മീറ്റിങ്ങിന് വന്നിരിക്കുകയാണ്. അവൻ്റെ യങ്ങർ ബ്രദർ വരാൻ ലേറ്റ് ആകുന്നുണ്ട്. സോ ഫാദർ അവനെ വഴക്ക് പറയുന്നു. പ്രിന്നെ കണ്ടു പഠിക്കാൻ പറയുന്നുണ്ട്. ഇവർ സത്യത്തിൽ പ്രിൻ്റെ ഫാദറിൻ്റെ സെക്കൻഡ് വൈഫും മകനുമാണ്. സോ ഇവർക്ക് പ്രിന്നെ തീരെ ഇഷ്ടമല്ല. ഇവിടെ ആണ്ട് മീത്തയോട് നീ എന്തിനാ സൂയിസൈഡ് ശ്രമിച്ചെന്ന് ചോദിക്കുന്നുണ്ട്. ഫൈനലി മീത്ത എല്ലാ കാര്യങ്ങളും ആണിനോട് പറയുന്നു. ഞാൻ പ്രഗ്നൻ്റ് ആണ്. പക്ഷേ അയാൾ ആരാണെന്നോ അയാളുടെ പേരെന്താണെന്നോ എവിടുന്ന് വന്നെന്നോ എനിക്കറിയില്ല. ഞാൻ രാവിലെ എണീറ്റപ്പോൾ അയാൾ എൻ്റെ അടുത്ത് കിടപ്പുണ്ടായിരുന്നു എന്ന് അവൾ പറയുന്നു. ആണ്ട് അവളോട് അയാൾക്കെതിരെ കംപ്ലൈൻറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. പക്ഷെ മീത്ത സമ്മതിക്കുന്നില്ല. ഈ കാര്യം ഒരിക്കലും എൻ്റെ പേരൻസ് അറിയരുത്. എനിക്ക് അവരെ ഫേസ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ പ്രിൻ അവൻ്റെ മദറിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ മദർ ഇപ്പോൾ അമേരിക്കയിലാണ് താമസിക്കുന്നത്. സത്യത്തിൽ അവൻ്റെ മദർ അവൻ്റെ ഡാഡിൻ്റെ മിസ്ട്രസ് ആയിരുന്നു, ലീഗൽ വൈഫ് ആയിരുന്നില്ല. എല്ലാ തായ്ലൻഡ് ഡ്രാമയിലും ഒരു മിസ്ട്രസും മകനെയും സ്റ്റോറി എന്തായാലും ഉണ്ടായിരിക്കും. എനിവേ ഇവിടെ പ്രിൻ്റെ മദർ അവനോട്, ആണ്ട് വേഡ് നീസ് തായ്ലൻഡിൽ വന്നിട്ടുണ്ട്, ഞാൻ അവളെ കാണാൻ പോവുകയാണെന്ന് പറയുന്നു. ഇവിടെ മദർ പറയുന്നത് മീത്തയെക്കുറിച്ചാണ്. ഈ കാര്യം പ്രിൻ അറിയുന്നില്ല. പ്രിൻ്റെ മദർ വന്ന് മീത്തയെ മീറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് സീനിൽ പ്രിൻ ഒരുപാട് സാഡായി ഒരു ക്ലബിൽ ഇരിക്കുകയാണ് അവൻ്റെ ഫ്രണ്ടായ ഗുണിൻ്റെ കൂടെ. നീ എന്താ ഇതുവരെ ആ ഗേളിനെ മറന്നിട്ടില്ലേന്ന് ഗുൺ ചോദിക്കുന്നു. എനിക്ക് ആ ഗേളിനെ ഒരു തവണ മീറ്റ് ചെയ്താൽ മതി. ഞാൻ ചെയ്തതിന് എനിക്ക് അവളോട് സോറി പറയണമെന്ന് പ്രിൻ പറയുന്നുണ്ട്. മാസങ്ങൾ കടന്നു പോകുന്നു. മീത്ത തൻ്റെ ഫാദറിനോട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ തൻ്റെ പ്രഗ്നൻസിയെക്കുറിച്ച് ഫാദറിനോട് അവൾക്ക് പറയാൻ പറ്റുന്നില്ല. അവൾ ഒരുപാട് സാഡാകുന്നു. ഇവിടെ ഒരു പുതിയ ക്യാരക്ടറിനെ കാണിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ പേര് ടോഡ് എന്നാണ്.
തന്റെ വാക്കുകൾ കൊണ്ട് മീത്തയുടെ ഫാദറിനെ ഇയാൾ ഒരുപാട് ഇംപ്രസ് ചെയ്യുന്നുണ്ട്. ഇനി 4 മാസങ്ങൾക്ക് ശേഷമാണ് കാണിക്കുന്നത്. മീത്തയ്ക്ക് ക്യൂട്ടായിട്ടുള്ള ട്വിൻസ് ഉണ്ടാകുന്നു. കുട്ടികളുടെ പേര് നിക്ക്, റീന. തന്റെ ബേബീസിന്റെ കൂടെ മീത്ത ഒരുപാട് ഹാപ്പി ആയിരുന്നു. ഇവിടെ പ്രിന്റെ മദർ അവനെ വിളിക്കുമ്പോൾ മീത്തയെക്കുറിച്ചും ബേബീസിനെ കുറിച്ചും അവനോട് പറയുന്നു. ഇത്രയും ചെറിയ പ്രായത്തിൽ ആ പെൺകുട്ടിക്ക് 2 മക്കളുണ്ട്. പക്ഷേ ഇവരെ ഈ സിറ്റുവേഷനിലാക്കിയ ആളാകട്ടെ ഇവരെ കുറിച്ച് അന്വേഷിക്കുന്ന പോലും ഇല്ലാന്ന് പറഞ്ഞ് അയാളെ ഒരുപാട് ചീത്ത പറയുന്നുണ്ട്. പക്ഷേ അമ്മയ്ക്ക് അറിയില്ലല്ലോ അമ്മ ചീത്ത പറയുന്നത് സ്വന്തം മകനെയാണെന്ന്. നിക്കിന്റെ റീനയുടെ ഫോട്ടോസ് മദർ പ്രിന്റ് അയച്ചു കൊടുക്കുന്നു. ഈ ക്യൂട്ട് ബേബീസിനെ കണ്ട് അവൻ ഒരുപാട് ഹാപ്പി ആകുന്നുണ്ട്. ഇവിടെ ഒരു അമേരിക്കൻ കപ്പിൾ നിക്കിനെ റീനയും അഡോപ്റ്റ് ചെയ്യാൻ വരുന്നുണ്ട്. മീത്ത ആദ്യം അവർക്ക് കുട്ടികളെ കൊടുക്കുന്നുണ്ടെങ്കിലും അവർ പോകുന്ന കാണുമ്പോൾ അവളെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. അവൾ ഓടി വന്ന് തന്റെ മക്കളെ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട്. ഈ കുട്ടികളുടെ ഫാദറിനെ മീത്ത വെറുക്കുന്നുണ്ടെങ്കിലും തന്റെ മക്കളെ അവൾക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. അവരെ പിരിയാൻ അവളെ കൊണ്ട് പറ്റില്ല. ഇത് മനസ്സിലാക്കുന്ന ആണ്ട് അവളോട്, നീ ഒരു കാര്യം ചെയ്യൂ, നിക്കിനെ റീനയും എനിക്ക് തരൂ. ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ തായ്ലൻഡിൽ പോകുമ്പോൾ എല്ലാവരോടും പറയാം നിക്കിനെ റീനയും ഞാൻ അഡോപ്റ്റ് ചെയ്തതാണെന്ന്, എൻ്റെ മക്കളാണെന്ന്. അങ്ങനെയാകുമ്പോൾ നിനക്ക് അവളുടെ കൂടെ എന്നും താമസിക്കാനും പറ്റും. സത്യം ആരും അറിയുകയും ചെയ്യില്ല എന്ന് ആണ്ട് പറയുന്നുണ്ട്. ഇനി 3 വർഷങ്ങൾക്ക് ശേഷമുള്ള സീനാണ് കാണിക്കുന്നത്. കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് എല്ലാം മീത്തയുടെ ഫാദറിനോട് ഒരുപാട് ചൂടാകുന്നു. കാരണം അവരുടെ കമ്പനി ഇപ്പോൾ ലോസിലാണ്. ഇതെല്ലാം കേട്ട് മീത്തയുടെ ഫാദറിനാകട്ടെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നു. അതേസമയം ഇവിടെ പ്രിന്റെ ഫാദർ ആകട്ടെ ഒരുപാട് ഹാപ്പി ആയിരുന്നു. പ്രിന്റ് കാരണം അവരുടെ കമ്പനിക്ക് ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. സത്യത്തിൽ മീത്തയുടെ കമ്പനിയായ ദ എംപററും പ്രിന്റെ ഫാദറിന്റെ കമ്പനിയും കോമ്പറ്റീറ്റേഴ്സ് ആണ്. പ്രിന്റെ ഫാദർ അവനോട്, ഞാൻ ഇന്ന് ഒരുപാട് ഹാപ്പിയാണ്. നീ കാരണം നമ്മുടെ കമ്പനിക്ക് ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടായി. നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനെ നമ്മൾ തോൽപ്പിച്ചു. നീ ഇന്ന് എന്ത് ആവശ്യപ്പെട്ടാലും ഞാൻ തരും. നിനക്ക് എന്ത് വേണമെങ്കിലും എന്നോട് ആവശ്യപ്പെടാമെന്ന് ഫാദർ പറയുന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെ മദറിനെ തിരിച്ച് തായ്ലൻഡിലേക്ക് കൊണ്ടുവരാൻ പ്രിന്റ് പറയുന്നുണ്ട്. പക്ഷേ പ്രിന്റെ ഫാദർ ഇത് സമ്മതിക്കുന്നില്ല. നിങ്ങൾ എത്ര നാൾ ഇതുപോലെ എല്ലാവരിൽ നിന്നും എൻ്റെ മദറിനെ ഹൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എനിക്ക് എൻ്റെ മദർ എൻ്റെ കൂടെ വേണമെന്ന് അവൻ പറയുന്നു. ഇതിൻ്റെ പേരിൽ ഫാദറും മകനും തമ്മിൽ ആർഗ്യുമെന്റ് നടക്കുന്നുണ്ട്. ഞാൻ നിന്റെ ഫാദർ ആണെന്ന കാര്യം നീ മറക്കരുതെന്ന് ലാസ്റ്റ് ഫാദർ അവനോട് പറയുന്നു. അപ്പോഴേക്കും ഫാദറിന്റെ ലീഗൽ വൈഫ് ഓഫീസിലേക്ക് വരുന്നു. ഇവരെ കാണുമ്പോൾ 2 പേരും സൈലന്റ് ആകുന്നു. പ്രിന്റ് അവിടുന്ന് പോകുന്നുണ്ട്. മീത്തയുടെ ഫാദറിന് സുഖമില്ലെന്നറിയുമ്പോൾ അവളുടെ ബെസ്റ്റ് ഫ്രണ്ടായ അദ്ദേഹത്തെ കാണാനായി ഹോസ്പിറ്റലിലേക്ക് വരുന്നു. കമ്പനിയുടെ സ്ഥിതി ഇപ്പോൾ ഒരുപാട് മോശമാണ്. ആ പ്രഷർ കാരണമാണ് ഫാദറിന് ഈ അവസ്ഥ വന്നത്. ഈ കാര്യങ്ങളൊന്നും ഞങ്ങൾ മീത്തയെ അറിയിച്ചിട്ടില്ല. ഫോണിൽ കൂടെ എങ്ങനെ പറയണമെന്നറിയില്ല എന്ന് മദർ നായോട് പറയുന്നു. മദർ ടെൻഷൻ ആകണ്ട, ഞാൻ മീത്തയെ പോയി കണ്ട് എല്ലാ കാര്യങ്ങളും പറയാമെന്ന് ഞാൻ പറയുന്നു. നെക്സ്റ്റ് സീനിൽ ഞാൻ മീത്തയെ കാണാനായി അമേരിക്കയിലേക്ക് വരുന്നു. മീത്തയും കുട്ടികളെയും കണ്ട് അവൾ ഒരുപാട് ഷോക്ക് ആകുന്നുണ്ട്. മീത്ത എല്ലാ കാര്യങ്ങളും നായോട് പറയുന്നു. നിന്റെ ലൈഫിൽ ഇത്രയും വലിയ കാര്യം സംഭവിച്ചു. നീ എന്താ എന്നെ നിന്റെ ഫ്രണ്ടായിട്ട് കാണുന്നുണ്ടോ? നീ ഈ കാര്യങ്ങളൊന്നും എന്നോട് പറയരുതെന്ന് എന്താന്ന് ചോദിക്കുന്നുണ്ട്. അതെല്ലാം പാസ്റ്റിലെ കാര്യങ്ങളാ. ആ കാര്യങ്ങളൊന്നും ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നീ ഈ കാര്യം ഒരിക്കലും എൻ്റെ പേരൻസിനോട് പറയരുതെന്ന് മീത്ത നായോട് പറയുന്നു. നാട്ടിലെ കാര്യങ്ങളെല്ലാം അറിയുമ്പോൾ മീത്ത തായ്ലൻഡിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനിക്കുന്നു. അവൾ ആണ്ടിനോട്, ഞാൻ ഇത്രയും നാളും എൻ്റെ ലൈഫിൽ നിന്ന് ഒളിച്ചോടായിരുന്നു. പക്ഷെ ഞാൻ ഇനി അതെല്ലാം ഫേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഞാൻ തായ്ലൻഡിലേക്ക് പോവുകയാണെന്ന് അവൾ പറയുന്നുണ്ട്. ഇവിടെ പ്രിന്റെ മദർ മീത്തയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ്. പ്രിന്റ് കോൾ ചെയ്യുമ്പോൾ നിക്കിനെ റീനയുടെയും കൂടെ അവൻ സംസാരിക്കുന്നുണ്ട്. അന്ന് അവരുടെ ബർത്ത്ഡേ ആയിരുന്നു. പ്രിന്നെ കാണുമ്പോൾ നിക്ക് അവനോട്, അങ്കിളിന്റെ പേരെന്താണെന്ന് ചോദിക്കുന്നു. ഇത് കേട്ട് പ്രിന്റ്, അങ്കിളോ? അങ്കിളല്ല, എന്നെ പേര് വിളിച്ചാൽ മതി, എന്നെ പ്രിന്ന് വിളിക്കാൻ അവൻ പറയുന്നുണ്ട്. അപ്പോൾ മീത്ത അവിടേക്ക് വരുന്നു. പക്ഷേ മുടി കൊണ്ട് അവളുടെ ഫേസ് കവറായിരിക്കായിരുന്നു. ഈ കാരണത്താൽ മീത്തയെ അവൻ കാണുന്നില്ല. പക്ഷെ അവളുടെ സൈഡ് കാണുമ്പോൾ അവന് എന്തോ സംശയം തോന്നുന്നുണ്ട്. ഇത് കാര്യമാക്കാതെ അവൻ പിന്നെ ആ കുട്ടികളോട് സംസാരിക്കുന്നു. ഇവർ തൻ്റെ സ്വന്തം കുട്ടികളാണെന്നറിയില്ലെങ്കിലും ഇവർ 2 പേരോടും സംസാരിക്കുമ്പോൾ പ്രിൻ ഒരുപാട് ഹാപ്പി ആയിരുന്നു. നെക്സ്റ്റ് സീനിൽ പാമിനെയാണ് കാണിക്കുന്നത്. ഇപ്പോൾ അവൾ തായ്ലൻഡിലെ ഒരു ഫേമസ് ആക്ട്രസ് ആണ്. അവളെ കാണാനായി ടോഡ് വരുന്നു.
കാരണം മീത്തയുടെ ഡാഡിൻ്റെ കമ്പനിയായ ദ എംബററിൻ്റെ പുതിയ പ്രോജക്റ്റിൽ മോഡലാകാൻ അവളെ ഇൻവൈറ്റ് ചെയ്യാനാണ് അവൻ വന്നിരിക്കുന്നത്. മീത്ത ആടിൻ്റെയും കുട്ടികളുടെയും കൂടെ തായ്ലൻഡിലേക്ക് തിരിച്ചു വരുന്നു. ഇത്രയും നാൾക്ക് ശേഷം തൻ്റെ പേരൻസിനെ കണ്ട് അവൾ ഒരുപാട് ഹാപ്പി ആയിരുന്നു. നിക്കിനെ റീനയും കണ്ട് മീത്തയുടെ പേരൻസും ഒരുപാട് ഹാപ്പി ആകുന്നു. പക്ഷേ ഇത് മീത്തയുടെ മക്കളാണെന്ന് അവർക്കറിയില്ല. ആൻ്റെ വേയുടെ മക്കളാണെന്നാണ് അവർ വിചാരിക്കുന്നത്. രാത്രിയിൽ മീത്ത ഫാദറിൻ്റെ അടുത്തുനിന്ന് സംസാരിക്കുന്നു. മീത്തയുടെ ഫാദർ കമ്പനി ജോയിൻ ചെയ്യാൻ പറയുന്നുണ്ട്. അവൾ സമ്മതിക്കുന്നു. ഫാദർ ഹാപ്പി ആകുന്നു. നാളെ ഒരു ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ഉണ്ട്, നീ അതിൽ എൻ്റെ കൂടെ വരണം. ബിസിനസ്സിലെ എൻ്റെ ഫ്രണ്ട്സിനെയും എനിമീസിനെയും എല്ലാം ഞാൻ നിനക്ക് നാളെ പരിചയപ്പെടുത്തി തരാം. എല്ലാവരും അവിടെ ഉണ്ടായിരിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. പ്രിന്നും അവൻ്റെ ഫാദറും ആ മീറ്റിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു. മീത്തയും ഫാദറും മീറ്റിങ്ങിന് വരുന്നു. ടോഡിനെ മീത്തയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇതെൻ്റെ മകളാണ്. നമ്മുടെ കമ്പനിയുടെ കാര്യങ്ങളെല്ലാം നീ ഇവൾക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് ടോഡിനോട് ഫാദർ പറയുന്നുണ്ട്. അവരെല്ലാവരും മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനായി ഉള്ളിലേക്ക് വരുന്നു. പ്രിന്നിനെ മീത്ത കാണുന്നുണ്ട്. ആകെ ഷോക്കാകുന്നു. പക്ഷെ പ്രിൻ അവളെ കാണുന്നതിന് മുന്നേ തന്നെ അവൾ തിരിഞ്ഞു നിൽക്കുന്നു. എന്നിട്ട് വാഷ്റൂമിലേക്ക് ഓടിപ്പോകുന്നുണ്ട്. പഴയ കാര്യങ്ങളെല്ലാം ഓർത്ത് അവൾ ഒരുപാട് കരയുന്നു. താൻ ജീവിതത്തിൽ ഒരിക്കലും കാണരുതെന്ന് ആഗ്രഹിച്ച ആള് തൻ്റെ ഫാദറിൻ്റെ കമ്പനിയുടെ ഏറ്റവും വലിയ കോമ്പറ്റീറ്റർ ആണെന്ന് അവൾക്ക് മനസ്സിലാകുന്നു. നെക്സ്റ്റ് സീനിൽ പ്രിൻ്റെ ഫാദറിൻ്റെ കമ്പനിയാണ് കാണിക്കുന്നത്. അദ്ദേഹം തൻ്റെ എംപ്ലോയീസിനോട് ദ എംബറർ ഗ്രൂപ്പ് പുതിയ പ്രോജക്റ്റ് ലോഞ്ച് ചെയ്യാൻ പോവുകയാണെന്ന് ഞാൻ അറിഞ്ഞു. അതിന് മുന്നേ തന്നെ നമുക്ക് അവരെക്കാളും ബെറ്റർ പ്രോജക്റ്റ് ലോഞ്ച് ചെയ്യണം. ഇത് കേട്ട് അദ്ദേഹത്തിന് റിയൽ സണ്ണായ ചെൻ, ഫാദർ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഞാൻ ഈ പ്രോജക്റ്റ് കൈകാര്യം ചെയ്തോളാം. അവരെക്കാളും ബെറ്റർ പ്രോജക്റ്റ് അവരെക്കാളും മുന്നേ നമ്മൾ ലോഞ്ച് ചെയ്യും. നമ്മൾ അവരെ തോൽപ്പിക്കുമെന്ന് അവൻ പറയുന്നു. അതും പ്രിന്നെ നോക്കിയാണ് പറയുന്നത്, അവനെ ചലഞ്ച് ചെയ്തുകൊണ്ട്. കാരണം ഫാദർ എപ്പോഴും പ്രിന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ചെന്നെ എപ്പോഴും ചീത്ത പറയാറുണ്ട്. ഇത്തവണ ഞാൻ നിന്നെ തോൽപ്പിക്കുന്ന രീതിയിലാണ് അവൻ പറയുന്നത്. തൻ്റെ ജോബെല്ലാം കഴിഞ്ഞ ശേഷം മീത്ത വീട്ടിലേക്ക് വരുന്നു. നിക്കിനെ റീനയെ കാണുമ്പോൾ അവൾ ഒരുപാട് ഹാപ്പി ആകുന്നുണ്ട്. ആൻ്റെ വേയോട് എല്ലാ കാര്യങ്ങളും പറയുന്നു. താൻ ഇന്ന് പ്രിന്നെ കണ്ടെന്നും അവൻ വർക്ക് ചെയ്യുന്നത് നമ്മുടെ റൈവൽ കമ്പനിയിലാണ്. എൻ്റെ ലൈഫിൻ്റെ ആ ചാപ്റ്റർ ഞാൻ ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഡെസ്റ്റിനി ആകട്ടെ എന്നെ അവൻ്റെ മുന്നിൽ കൊണ്ട് നിർത്തിയിരിക്കുകയാണെന്ന് അവൾ പറയുന്നു. നീ ഇനി എന്ത് ചെയ്യുമെന്ന് ആണ്ട് ചോദിക്കുമ്പോൾ എന്നെ കൊണ്ട് പറ്റാവുന്നതിൻ്റെ മാക്സിമം അവനിൽ നിന്ന് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുമെന്ന് അവൾ പറയുന്നു. നെക്സ്റ്റ് സീനിൽ ചെൻ തൻ്റെ ഗേൾഫ്രണ്ടിനെ അവൻ്റെ കമ്പനിയിലേക്ക് കൊണ്ടുവരുന്നു. ഗേൾഫ്രണ്ട് മറ്റാരും അല്ല, പാം ആയിരുന്നു. ഇവളെ കണ്ട് പിന്നാകട്ടെ ഒരുപാട് ഷോക്കാകുന്നു. കാരണം 4 വർഷങ്ങൾക്ക് മുന്നേ ഇവളാണ് ഇവളുടെ ഫ്രണ്ടിനെ തനിക്ക് സെല്ല് ചെയ്ത്. അവൻ ദേഷ്യത്തിൽ ചെൻ്റെ റൂമിലേക്ക് വരുന്നു. പ്രിന്നെ അവിടെ കണ്ട് പാം ഷോക്കാകുന്നു. നീ എന്ത് ചെയ്യാണ് ഇവിടെ? നീ എന്തിനാ എൻ്റെ ഗേൾഫ്രണ്ടിനെ ഇങ്ങനെ നോക്കുന്നതെന്ന് ചെൻ ചോദിക്കുന്നുണ്ട്. എനിക്ക് ഇവളോട് ഒരു കാര്യം ചോദിക്കാനുണ്ടെന്ന് പ്രിൻ പറയുമ്പോൾ, നിനക്ക് എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ ഒരു റൈറ്റുമില്ല. എൻ്റെ പെർമിഷൻ ഇല്ലാതെ എൻ്റെ ഓഫീസിലേക്ക് വന്ന എന്തിനാണ്? നീ ഇവിടുത്തെ ഒരു എംപ്ലോയി മാത്രമാണെന്ന കാര്യം മറക്കരുതെന്ന് ചെൻ പറയുന്നു. ഇത് കേട്ട് പ്രിന് ഒരുപാട് ദേഷ്യം വരുന്നുണ്ടെങ്കിലും ഒന്നും പറയാതെ അവൻ അവിടുന്ന് പോകുന്നു. നെക്സ്റ്റ് സീനിൽ ടോഡിൻ്റെ കൂടെ മീത്ത പാമിനെ കാണാൻ വരുന്നുണ്ട്. കാരണം അവരുടെ കമ്പനിയുടെ ന്യൂ പ്രോജക്റ്റിൻ്റെ മോഡലാണ് അവൾ. മീത്തയെ കാണുമ്പോൾ പാം ആദ്യം ഒരുപാട് ഷോക്കാകുന്നുണ്ട്. പിന്നീട് ഒന്നും അറിയാത്ത പോലെ ഒരു നല്ല ഫ്രണ്ടിനെ പോലെ അവളുടെ മുന്നിൽ ആക്ട് ചെയ്യുന്നു. വീട്ടിൽ വന്ന ശേഷം മീത്ത തൻ്റെ മക്കളുടെ കൂടെ നല്ല ടൈം സ്പെൻഡ് ചെയ്യുന്നു. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ അവൾക്ക് നല്ല പേടിയുണ്ടായിരുന്നു. കാരണം സത്യം അറിയുമ്പോൾ തൻ്റെ മക്കളെ തനിയും തട്ടിപ്പറിക്കൂ പിന്നെന്നാണ് അവൾ പേടിക്കുന്നത്. ഇതറിയുമ്പോൾ ആണ്ട് അവളെ സമാധാനിപ്പിക്കുന്നു. നീ പേടിക്കുന്ന പോലെ ഒന്നും സംഭവിക്കില്ല. റീനെ നെക്കും എപ്പോഴും നിന്റെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് പറയുന്നു. എനിക്ക് അമേരിക്കയിലേക്ക് തിരിച്ചു പോകണം. എൻ്റെ ജോബിൽ നിന്ന് എനിക്ക് കുറേ നാൾ മാറി നിൽക്കാൻ പറ്റില്ല. നിനക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് കാര്യം ഷെയർ ചെയ്യണമെങ്കിലും എന്നെ കോൾ ചെയ്യാമെന്ന് ആണ്ട് പറയുന്നുണ്ട്. ആണ്ട് പോകുന്നതിൽ മീത്ത സാഡായിരുന്നു. അവൾ അവരെ ഹഗ് ചെയ്യുന്നുണ്ട്. കാരണം തനിക്കൊരു സപ്പോർട്ടിൻ്റെ ഏറ്റവും ആവശ്യമുള്ള സമയത്ത് തൻ്റെ കൂടെ നിന്നത് ഈ ആണ്ടായിരുന്നു. അന്ന് രാത്രി മീത്ത തൻ്റെ മക്കളുടെ കൂടെ കിടക്കുകയാണ്. തൻ്റെ 2 മക്കളെയും അവൾ ഹഗ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ മോമായി ഞാൻ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുമെന്ന് അവൾ ആ മക്കളോട് പ്രോമിസ് ചെയ്യുന്നുണ്ട്. അതേസമയം പ്രിന്നാകട്ടെ ഇപ്പോഴും മീത്തെ അന്വേഷിക്കുകയാണ്. കാരണം അവൻ ചെയ്ത കാര്യത്തിൽ അവൻ ഇപ്പോഴും ഒരുപാട് റിഗ്രറ്റ് ഉണ്ടായിരുന്നു. അവളോട് സോറി പറയണമെന്നുണ്ട്. പക്ഷേ അവൾ എവിടെയാണെന്ന് അവനൊരു ക്ലൂ കിട്ടുന്നില്ല. വേർ ആർ യു എന്ന് അവൻ സ്വയം ചോദിക്കുന്നുണ്ട്.
സോ ഇവിടെ വെച്ച് ഈ എപ്പിസോഡ് തീരുന്നു. നിങ്ങൾക്ക് ഈ ഡ്രാമ ഇഷ്ടമായെങ്കിലും ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വേണമെങ്കിലും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.